ഹലോ, നമസ്കാരം. ജോബുക്ക് സ്റ്റാർ ജോബുക്ക് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് എങ്ങനെ ഉപയോഗപ്രദമാവും എന്നുള്ളത് കാണിക്കാം. ഇത് ഒരു എംപ്ലോയറുടെ, ഒരു സ്ഥാപനത്തിന്റെ ഡാഷ്ബോർഡാണ്. ഇത്രയും ഫെസിലിറ്റീസ് ആണ് ഒരു സ്ഥാപനത്തിന് കിട്ടുന്നത് എംപ്ലോയർ എന്നുള്ള ഡാഷ്ബോർഡിൽ. ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ അവർക്ക് മെനു കാണാം, അതിൽ ഓവർവ്യൂ കാണാം. ഈ ഓവർവ്യൂ എന്നുള്ളതിൽ ഇവർ ഏത് പാക്കേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളത് കാണാൻ പറ്റും. അതുപോലെ നമുക്ക് എത്രത്തോളം സ്റ്റാഫുകളുണ്ടോ ആ ടോട്ടൽ സ്റ്റാഫുകളുടെ 10 സ്റ്റാഫുകളാണെങ്കിൽ ആ 10 പേർ കൂടെ എത്ര റിവ്യൂ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ കാണിക്കും. ആണ് ഇപ്പോൾ 25 റിവ്യൂ ആണ് ടോട്ടൽ കിട്ടിയിട്ടുള്ളത്. ഇത് 3 സ്റ്റാഫുകൾക്കാണ്. 3 സ്റ്റാഫുകൾ കൂടെ കിട്ടിയ ടോട്ടൽ സ്റ്റാഫിന്റെ റിവ്യൂ എന്ന് പറയുന്നത് 3.4 ആണ്. അതായത് 5-ല് 5 സ്റ്റാറിൽ അവർക്ക് 3.4 സ്റ്റാർ ആണ് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് ഇവിടെ കാണിക്കും. നമുക്ക് അവിടെ ഷെയർ ചെയ്യാനും സോഷ്യൽ മീഡിയയിലേക്കൊക്കെ നമ്മുടെ റിവ്യൂ 3 ആണെന്നുള്ളത് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കും. ഈ ഒരു പ്ലാറ്റ്ഫോം സ്റ്റാർ ജോബുക്ക് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം കൊണ്ടുള്ള ബെനിഫിറ്റ് നമ്മുടെ സ്റ്റാഫുകളെ കറക്റ്റായിട്ട് അവരുടെ പ്രൊഡക്ടിവിറ്റി അളക്കാൻ നമുക്ക് സാധിക്കും. അതിലൂടെ നമുക്ക് നമ്മുടെ കസ്റ്റമറെ സാറ്റിസ്ഫൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓരോ സ്റ്റാഫുകൾക്കും വേണ്ടിയിട്ട് നമുക്ക് QR കോഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ പറയാം. ഇപ്പോൾ ഇവിടെ ഡാഷ്ബോർഡിൽ ഓവർവ്യൂവിൽ കാണുന്ന ഡാറ്റകൾ പറയാം. ഇപ്പോൾ നിലവിൽ എത്ര ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടെന്ന് ഇവിടെ കാണിക്കും. ടോട്ടൽ എത്ര കസ്റ്റമേഴ്സ് റേറ്റ് ചെയ്തു എന്നുള്ളത് നമുക്ക് ഇവിടെ കാണിക്കും. അതുപോലെ ആവറേജ് റേറ്റിംഗ് മുകളിൽ കാണിച്ചത് 3.4 ആണെന്നില്ല കാണിക്കും. ഈ കസ്റ്റമറുടെ, ഈ സ്ഥാപനത്തിന്റെ കസ്റ്റമേഴ്സിനുള്ള സാറ്റിസ്ഫാക്ഷൻ റേഷ്യോ എത്രയാണെന്നില്ല കാണിക്കും. 56% ആളുകളാണ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളതിൽ കാണിക്കും. ഇതിന്റെ മൈ പ്രൊഫൈലിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഡാറ്റകൾ, ആ ഒരു സ്ഥാപനത്തിന്റെ ഡാറ്റകൾ കാണിക്കും. ഇവിടെ നമുക്ക് ലോഗോ അപ്ലോഡ് ചെയ്യാം, ലോഗോ ചേഞ്ച് ചെയ്യാൻ പറ്റും, സ്ഥാപനത്തിന്റെ പേര് ചേഞ്ച് ചെയ്യാൻ പറ്റും, ഏത് കാറ്റഗറിയിലാണെന്നുള്ളത് പെടുത്താൻ പറ്റും, നമ്മുടെ കോൺടാക്ട് മെയിലും കോൺടാക്ട് നമ്പറും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും, അഡ്രസ്സ് കൊടുക്കാൻ പറ്റും, വെബ്സൈറ്റ് കൊടുക്കാൻ പറ്റും. അതുപോലെ ഓണറുടെ ഡീറ്റെയിൽസ്, ഓണറുടെ പേരെന്താന്നുള്ളത് കൊടുക്കാൻ പറ്റും, അതുപോലെ ഫോൺ നമ്പർ കൊടുക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ സേവ് ചേഞ്ച് കൊടുത്തിട്ട് നമുക്ക് മാറ്റി വരുത്താൻ പറ്റും. ഇനി പ്രധാനമായിട്ടുള്ള ഓപ്ഷൻ എന്താ വെച്ചാൽ നമുക്ക് സ്റ്റാഫുകളെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നിലവിലിപ്പോൾ ഇവിടെ 10 സ്റ്റാഫിനെ ആഡ് ചെയ്യുന്ന പാക്കേജ് ആണ്. ഇതിൽ കൂടുതൽ സ്റ്റാഫുകളെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അപ്ഗ്രേഡ് ടു ഗോൾഡ് എന്നുള്ള ഓപ്ഷനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ഇത് സിൽവർ പാക്കേജ് ആണ്. ഓക്കെ, ഇതിൽ 3 സ്റ്റാഫുകളെ കറന്റ് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാഫുകളെ ആഡ് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് ശരിക്കും ഒരു പേര് കൊടുക്കാം, സ്റ്റാഫിന്റെ ഒരു പേര് കൊടുക്കാം. ഞാനൊരു അനസ് എന്നുള്ളൊരു പേര് കൊടുത്തു. ഓക്കെ, ഡെസിഗ്നേഷൻ, ആള് സെയിൽസിലാണെങ്കിൽ സെയിൽസ് എന്നുള്ള ഇത് കൊടുത്തു. ഇനി ഡിപ്പാർട്ട്മെന്റ് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കാം, സെയിൽസ് എന്നുള്ളത് തന്നെ അവിടെയും കൊടുത്തു. ഓക്കെ, ഇനി അവരുടെ ഇമെയിൽ, ഒരു എക്സാമ്പിൾ, ഒരു anas@gmail.com എന്ന ഒരു മെയിൽ ID കൊടുത്തു. ഒരു ഫോൺ നമ്പർ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഫോൺ നമ്പർ കൊടുത്തു. ഓക്കെ, ഇവരുടെ നോട്ടീസ് പീരീഡ്, അതായത് ഈ സ്ഥാപനത്തിൽ നിന്ന് ഈ സ്റ്റാഫ് എന്തെങ്കിലും റിസൈൻ ചെയ്ത് പോവുകയാണെങ്കിൽ എത്ര നോട്ടീസ് പീരീഡ് ഇടാം എന്നുള്ളതാണ്. 15 ദിവസം മുതൽ 6 മാസം വരെ ഇടാം. നമ്മൾ ജസ്റ്റ് 1 മന്ത് കൊടുത്തു. ഈ സ്റ്റാഫിന്റെ ഒരു ഫോട്ടോ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം. ജസ്റ്റ് ഏതെങ്കിലും ഒരു ഫോട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് അറ്റാച്ച് ചെയ്ത് എടുക്കാം. ഓക്കെ, എന്തെങ്കിലും ഒരു ഫോട്ടോ ഉണ്ടോ നോക്കാം. എന്തെങ്കിലും ഒരു ഫോട്ടോ ജസ്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കാണിക്കാം. ഡൗൺലോഡ്സിൽ ജസ്റ്റ് ഒരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഫോട്ടോ ആഡ് ചെയ്തു, ആഡ് സ്റ്റാഫ്. ഇനി എല്ലാം ചെയ്തു കഴിഞ്ഞു. ആഡ് സ്റ്റാഫ് എന്നുള്ള കൊടുക്കാം. ആ സ്റ്റാഫിനെ ഇപ്പോൾ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ടാവും. അനസ് എന്നുള്ള പേരിൽ ഒരു സ്റ്റാഫിനെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ 4 സ്റ്റാഫ് എന്നുള്ളത് മുകളിൽ കാണിച്ചു, 4 സ്റ്റാഫിനെ ആഡ് ചെയ്തെന്നുള്ളത് കാണിച്ചു. ഓക്കെ, ഇപ്പോൾ ആഡ് ചെയ്ത സ്റ്റാഫിന്റെ ഡീറ്റെയിൽ ഇവിടെ കാണും. ടോട്ടലി ഉള്ള സ്റ്റാഫുകളുടെ ഡീറ്റെയിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി ബൾക്കായിട്ട് നമുക്ക് ഒരു 50 സ്റ്റാഫ് ഉണ്ടെങ്കിൽ ബൾക്ക് ഇമ്പോർട്ട് എന്നുള്ള ഓപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞിട്ട് ഈ ഒരു CSV ഫയൽ ഉപയോഗിച്ചും നമുക്ക് ബൾക്കായിട്ട് സ്റ്റാഫുകളെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും.
ഓക്കെ. അതുപോലെ നമ്മുടെ ഫുൾ ഡാറ്റ, സ്റ്റാഫുകളുടെ ഫുൾ ഡാറ്റ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. ഒരു ഗൂഗിൾ ഷീറ്റിലേക്കോ അല്ലെങ്കിൽ ഒരു എക്സൽ ഫയലിലേക്കോ മാറ്റാൻ പറ്റും. ഓക്കെ. റിസൈനഡ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ കാണിക്കാൻ പറ്റും. കറന്റ് ആളുകളുടെ ഇപ്പോൾ ബഷീർ എന്ന് പറയുന്ന സ്റ്റാഫിന്റെ റേറ്റ് 4 സ്റ്റാർ ആണ് ലഭിച്ചുള്ളത്. ഇത് 3.8 സ്റ്റാർ ആണ് ലഭിച്ചുള്ളത്. ഇത് 3 സ്റ്റാർ ആണ്. ഇത് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്താണ്, സ്റ്റാർ ഒന്നും ലഭിച്ചില്ല. ഇത്രയും കാര്യങ്ങൾ നമുക്ക് സ്റ്റാഫുകളെ ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. നമുക്ക് റേറ്റിംഗ് വന്നു കഴിഞ്ഞാൽ, ഓരോ സ്റ്റാഫിനെയും റേറ്റിംഗ് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് കാണിക്കാൻ പറ്റും. ഇതിൽ ഓരോ റേറ്റിംഗ് നമുക്ക് കാണിക്കാൻ പറ്റും. ഈ പ്രോ എന്ന് പറയുന്ന കസ്റ്റമർ ഒരു തവണയെങ്കിലും നമ്മുടെ അടുത്ത് നിന്ന് എടുത്ത റിപ്പീറ്റഡ് കസ്റ്റമറോ അല്ലെങ്കിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത കസ്റ്റമറോ ആണെങ്കിൽ അവരെ പ്രോ എന്നുള്ള കാറ്റഗറിയിൽ കൂടും. പ്രോ അല്ലാത്ത കസ്റ്റമേഴ്സും നമുക്ക് ഉണ്ടാവും. എന്തെങ്കിലും ഒരു തെറി പറയുകയാണെങ്കിൽ, ഒരു തെറി പറയുന്ന സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പോലും അത് ബാക്ക് എൻഡിൽ AI സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് സ്റ്റാഫിന്റെ റിഫ്ലക്ട് ചെയ്യൂല, സ്റ്റാഫിന്റെ റിവ്യൂവിൽ റിഫ്ലക്ട് ചെയ്യൂല. പകരം അതിവിടെ നമ്മുടെ വെൻഡർ സൈഡിൽ, അതായത് നമ്മുടെ സ്ഥാപനത്തിന്റെ ഇവിടെ വന്ന് കിടക്കുന്നുണ്ടാവും. ഇവിടെ AI ഫ്ലാഗ്ഡ് റിവ്യൂസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഇവിടെ വന്ന് കിടക്കുന്നുണ്ടാവും. ഇവിടെ നമ്മൾ അപ്രൂവ് കൊടുത്താൽ മാത്രമാണ് അത് റിവ്യൂവിൽ ബാധിക്കുന്നുണ്ടാവും. ഓക്കെ. റേറ്റിംഗ് എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് എങ്ങനെയാണ് കാണാൻ പറ്റും. അതുപോലെ വോയിസ് ആയിട്ട് അയക്കാൻ പറ്റും. ഇത് നമുക്ക് പ്ലേ ഒരു കസ്റ്റമർക്ക് നമ്മളോട് പറയാനുള്ളത്, സ്ഥാപനത്തോട് സ്റ്റാഫിനെ കുറിച്ച് പറയാനുള്ളത് നേരിട്ട് നമുക്ക് വോയിസ് ആയിട്ട് കേൾക്കാനുള്ള ഒരു സംവിധാനമാണ്. നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ സ്ഥാപനങ്ങളിൽ നമ്മുടെ സ്റ്റാഫിന്റെ ബിഹേവിയറിൽ, സ്റ്റാഫിന്റെ കമ്മ്യൂണിക്കേഷൻ രീതിയിലൊക്കെ നമുക്ക് മാറ്റങ്ങൾ വരുത്താനും പറ്റും. അതേപോലെ അങ്ങനെ എന്തെങ്കിലും വന്ന് കിടക്കുന്ന നല്ല രീതിയിലല്ലാത്ത മോശപ്പെട്ട വാക്കുകൾ എന്തെങ്കിലും വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ അത് പെൻഡിങ് റിവ്യൂവിൽ വന്ന് കിടക്കും. നമ്മളിവിടെ അപ്രൂവൽ കൊടുത്താൽ മാത്രമാണ് അത് പോവുക. റിവ്യൂ സെറ്റിംഗ്സിൽ നമുക്ക് ഏതൊക്കെ തരത്തിൽ നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റുമെന്നുള്ളത്, അതായത് ഒരു സ്ഥാപനത്തിന് ഓരോ സ്റ്റാഫുകൾക്കും ഓരോ QR കോഡ് ക്രിയേറ്റ് ആവും. അതിനപ്പുറത്തേക്ക് ഒരു ടോട്ടൽ സ്ഥാപനത്തിന് ഒരു QR കോഡ് ക്രിയേറ്റ് ചെയ്ത് അതിൽ സ്കാൻ ചെയ്യുന്ന സമയത്ത് എത്രത്തോളം സ്റ്റാഫുകളുണ്ടോ അവരുടെ മൊത്തം ലിസ്റ്റ് ലഭിക്കുകയും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സ്റ്റാർ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ മൾട്ടിപ്പിൾ QR കോഡ് ഉപയോഗിക്കാതെയും ചെയ്യാം. അത് എനബിൾ ചെയ്താലാണ് അങ്ങനെ ചെയ്യാൻ പറ്റുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ എനബിൾ ചെയ്താൽ നമ്മുടെ QR കോഡ് എന്നുള്ള ഓപ്ഷനിൽ വരുന്ന സമയത്ത് നമുക്ക് കോമൺ QR കോഡ്, വൺ സ്കാൻ വോൾ ടീം എന്നുള്ള ഇത് സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് മൊത്തം സ്റ്റാഫുകളെ കാണിക്കും. ഇത് ഓരോ ബഷീർ എന്ന് പറയുന്ന, നവാസ് എന്ന് പറയുന്ന, ഫൈസൽ എന്ന് പറയുന്ന, അനസ് എന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഓരോ സ്റ്റാഫുകൾക്കും ലഭിക്കും. അത് വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യാനും ഇൻസ്റ്റഗ്രാമിലേക്ക് ഷെയർ ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനും ഷെയർ ചെയ്യാനുള്ളൊക്കെ ഓപ്ഷൻ നമുക്ക് ഇവിടെ ഉണ്ടാവും. ഇതാണ് അവിടെ എത്തുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പറയാം. റിവ്യൂ സെറ്റിംഗ്സിൽ അതുപോലെ ഒരു ഡിവൈസിൽ നിന്ന് ഒരു സ്റ്റാഫിനെ ഒരു ദിവസം ഒരു തവണയെ റിവ്യൂ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് ജസ്റ്റ് നമ്മൾ ഇവിടെ ടിക്കറ്റ് കൊടുത്താൽ പിന്നെ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ബിൽ നമ്പർ ആഡ് ചെയ്യണമെങ്കിൽ, നമ്മളെ റിവ്യൂ ചെയ്യുന്ന സ്ഥലത്ത് ബിൽ നമ്പർ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അത് ഇവിടെ ചെയ്യാൻ പറ്റും. അപ്രൂവൽ എടുത്തതിന് ശേഷം മാത്രം എഫക്ട് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് അതും ഇവിടെ ചെയ്യാൻ പറ്റും. അത് നമുക്ക് സേവ് സെറ്റിംഗ്സ് കൊടുത്താൽ ഇത്രയും ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ QR കോഡ് നമുക്ക് ഓരോ സ്റ്റാഫിനെയും ജനറേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ഇവിടെ QR കോഡ് ജനറേറ്റ് ആവും. അത് ഷെയർ ചെയ്യാനും സ്റ്റാഫുകൾക്ക് കൊടുക്കാനും നമുക്ക് കഴിയും. ഓക്കെ. റോളപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ സ്ഥാപനത്തിൽ നമുക്ക് മൊത്തം സ്റ്റാഫുകളുടെ QR കോഡ് വെച്ചുകൊണ്ടുള്ള ഒരു റോളപ്പ് വെക്കാൻ പറ്റും. അതിന്റെ PDF നമുക്ക് ഇവിടെ പ്രിന്റ് ആയിട്ട് ഇത് ഓട്ടോമാറ്റിക് ജനറേറ്റ് ആവും. അവിടെ സ്ഥാപനത്തിന്റെ പേരുണ്ടാവും, ലോഗോ ഉണ്ടാവും, ജോബ് ബുക്കിന്റെ ലോഗോ ഉണ്ടാവും, ഏറ്റവും മുകളിൽ സ്ഥാപനത്തിന്റെ പേരുണ്ടാവും, കോമൺ ആയിട്ടുള്ള QR കോഡ് ഏറ്റവും മുകളിൽ ഉണ്ടാവും. പിന്നെ താഴെ ഓരോരുത്തരുടെയും നവാസ് അതിന്റെ QR കോഡ്, ഫോട്ടോ, ഫൈസൽ MM അതിന്റെ QR കോഡ്, ഫോട്ടോ, ബഷീർ ഫോട്ടോ അതിന്റെ QR കോഡ്, ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്ത അനസ് എന്ന് പറയുന്ന അതിന്റെ QR കോഡ് ഇത് സ്കാൻ ചെയ്യാൻ പറ്റും. ഒരു റോളപ്പിൽ 10 ഫോട്ടോസ് വരെ വരും. 10ൽ കൂടുതൽ ഫോട്ടോസ് വരുന്ന സമയത്ത് രണ്ടാമത്തെ റോളപ്പ് ജനറേറ്റ് ആവും. ഇനി ഏതെങ്കിലും ഒരാൾ നമുക്ക് അതിൽ കൊടുക്കണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അൺടിക്കിട്ടാൽ അത് അത്രയും അതിൽ നിന്ന് പോകും. ഉണ്ടാവും. ഇപ്പൊ 2 QR കോഡ് മാത്രമായിട്ട് മാറി നമുക്ക് അൺടിക്കിട്ടിട്ട് പോകാൻ പറ്റും. ഓക്കെ. ഇത് എക്സ്പോർട്ട് ചെയ്യാം. ഇത് എക്സ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ ഡിസൈൻ ടീമിന് കൊടുത്താൽ അവർ പ്രിന്റ് അടിച്ച് റോളപ്പ് തരുന്ന രൂപത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ. ഇതാണ് റോളപ്പ് എന്നില്ല. ഇതൊരു അഡ്വർടൈസ്മെന്റ് സാധനമാണ്. സ്റ്റാഫുകൾ കാണിച്ചു കൊടുക്കാതെ തന്നെ QR കോഡ് പബ്ലിക്കിൽ കസ്റ്റമേഴ്സിന് കിട്ടാനും കസ്റ്റമേഴ്സിന് അവരുടെ റിവ്യൂസ് നമ്മളെ കമ്പനി സ്ഥാപനത്തെ അറിയിക്കാനുള്ള അവസരമാണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ. അടുത്തത് അനലൈസ് ആണ്. നമുക്ക് ടോട്ടൽ അനലൈസ് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. അതായത് ടോട്ടൽ റിവ്യൂ എത്ര ആളുകൾ ചെയ്തു എന്നുള്ളതും ആവറേജ് റേറ്റിംഗ് എത്രയെന്നുള്ളതും 5 സ്റ്റാർ കൊടുത്തവർ എത്ര പെർസെന്റേജ് ആണെന്നുള്ളതും സാറ്റിസ്ഫാക്ഷൻ റേഷ്യോ എത്രയാണെന്നുള്ളതും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ടോപ്പ് പെർഫോമർ ആരാണെന്നുള്ളത് ഓരോ സമയങ്ങളിലും ടോപ്പ് പെർഫോമറെ നമുക്കിവിടെ, ഇതിപ്പോ അനു എന്ന് പറയുന്ന ആളാണ് 4.5 സ്റ്റാർ ആണ് ലഭിച്ചിട്ടുള്ളത് കിട്ടും. റേറ്റിംഗിന്റെ ഒരു ട്രെൻഡ് നമുക്ക് ഓരോ ഡേറ്റ് ബേസിൽ നമുക്ക് 5, 6 ഇങ്ങനെ ഓരോ ഡേറ്റ് ബേസിൽ അതിന്റെ ഒരു ട്രെൻഡ് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ഗ്രാഫായിട്ട് തന്നെ ടോപ്പ് പെർഫോമർ ആരാണെന്നുള്ളതും ആൾക്ക് എത്ര ആവറേജ് ഉണ്ട് എന്നുള്ളതും ഓരോരുത്തരും നമുക്ക് സെപ്പറേറ്റ് കാണാൻ പറ്റും. സാറ്റിസ്ഫാക്ഷന്റെ ഒരു ഗ്രാഫായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ സർവീസ് ടൈം ബ്രേക്ക് ഡൗൺ അത് നമുക്ക് പിന്നെ ഗ്രാഫ് മോഡൽ തന്നെ
കാണിക്കാൻ പറ്റും. ഏറ്റവും താഴെ സ്റ്റാഫിന്റെ പെർഫോമൻസ്, എത്ര റിവ്യൂ ഓരോരുത്തർക്കും കിട്ടി, അവരുടെ ആവറേജ് റേറ്റ്, ആവറേജ് സ്റ്റാറിങ് എത്രയാണ് എന്നുള്ളത് നമുക്ക് അനലൈസിൽ കാണിക്കാൻ പറ്റും. ഇനി കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആവും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓരോ കസ്റ്റമറും QR കോഡ് വെച്ച് സ്കാൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒരു സ്ക്രാച്ച് ആൻഡ് വിന്നിന്റെ കാർഡ് കൊടുക്കാൻ കഴിയും. അത് കൊടുത്താൽ അവർക്ക് പല ഓഫറുകൾ സെറ്റ് ചെയ്യാൻ പറ്റും. അത് ആ ഓഫർ സെറ്റ് ചെയ്യുന്ന പോർഷനാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അതുപോലെ ഏറ്റവും താഴെ നമ്മുടെ പ്ലാൻ, കറന്റ് പ്ലാൻ ഇപ്പോൾ ഇത് സിൽവർ പ്ലാൻ ആണ്. 10 സ്റ്റാഫുകളെ മാക്സിമം ആഡ് ചെയ്യാൻ പറ്റും. അത് ട്രയൽ വെർഷൻ ആണ്. 14 ദിവസം ട്രയൽ പീരിയഡിലാണ് പുതുക്കുന്നത്. അത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് പേയ്മെന്റ് വരുന്ന രൂപത്തിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. പുതിയൊരു സ്റ്റാഫ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരു ജോബ് ബുക്കിൽ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത സ്റ്റാഫ് ആണെങ്കിൽ ഇവിടെ അവരുടെ ID അടിച്ചു കൊടുക്കുമ്പോൾ, വെരിഫൈ ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ പ്രീവിയസ് ഡാറ്റകൾ, അവർ എത്ര സ്റ്റാർ കിട്ടിയിട്ടുണ്ട്, അവരെത്ര കസ്റ്റമർ അവരെ റിവ്യൂ ചെയ്തിട്ട് ഡാറ്റകളൊക്കെ കിട്ടാൻ പറ്റും. അതുപോലെ റെസിഗ്നേഷൻ പറയുന്നത്, ഒരു സ്റ്റാഫ് നമ്മളെ റിസൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ ഒഫീഷ്യലി അവര് ഇപ്പൊ സ്റ്റാഫിന്റെ ഒരു പോർട്ടൽ കാണിച്ചുതരാം. സ്റ്റാഫിന് റിസൈൻ എന്ന് പറയുന്ന ഒരു ബട്ടൺ അമർത്താനുള്ള ഓപ്ഷൻ കിട്ടും. ഇവിടെ റീസൺ കൊടുത്തിട്ട് റിസൈൻ എന്നുള്ള ബട്ടൺ അമർത്തിയാൽ ഒരു എക്സാമ്പിൾ പറയാം, ബെറ്റർ ജോബ് എന്ന് കൊടുത്തിട്ട് നമ്മളൊരു സബ്മിറ്റ് ചെയ്താൽ നേരെ ഡൗൺലോഡായി റെസിഗ്നേഷൻ ലെറ്റർ ഓട്ടോമാറ്റിക് അത് നമ്മുടെ റീസൺ സഹിതം നമ്മുടെ അഡ്രസ്സും സ്ഥാപനത്തിന്റെ ഡീറ്റെയിൽ ഒക്കെ വെച്ചുകൊണ്ട് കറക്റ്റ് ആയിട്ട് കണ്ടോ, ആ റീസൺ ബെറ്റർ ജോബ് എന്നുള്ള റീസൺ വരെ വെച്ചുകൊണ്ട് നമുക്ക് ജനറേറ്റ് ആയി എന്ന് മാത്രമല്ല, എംപ്ലോയറെ ഇതിൽ പോകുന്ന സമയത്ത് റെസിഗ്നേഷൻ എന്നുള്ള ഓപ്ഷനിൽ നിൽക്കുമ്പോൾ ഒരു റെസിഗ്നേഷൻ വന്നിട്ടുണ്ട്. ഫൈസൽ MM എന്ന് പറഞ്ഞ ആള് റിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതും, അത് അപ്രൂവ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്നുള്ളതും, അവിടെ അവരെന്താണ് കൊടുത്തത്, ഇപ്പോൾ പെൻഡിങ്ങിലാണ് കിടക്കുന്നത്, അവരവിടെ കൊടുത്ത റെസിഗ്നേഷൻ ലെറ്റർ നമുക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് വായിക്കാനും പറ്റും. റെസിഗ്നേഷൻ ഓൺലൈനിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ. ഇത് റിജക്ട് ചെയ്യുകയാണെങ്കിൽ റിജക്ട് ചെയ്യാം, അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ അപ്രൂവ് ചെയ്യാം. റിജക്ട് ചെയ്താൽ നമുക്ക് റീസൺ കൊടുക്കാം. റീസൺ കൊടുത്താൽ മീറ്റ് ടുമോറോ എന്നുള്ളത് നമ്മൾ ജസ്റ്റ് കൊടുത്തു, നമ്മൾ ഓക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റിജക്റ്റഡ് ആയി, ആ ഒരു ഫയൽ എന്നുള്ളത് റിജക്റ്റഡ് ആയി. നമ്മുടെ എംപ്ലോയിയുടെ സൈഡിൽ അത് റിജക്റ്റ് ആയി എന്നുള്ളത് കാണിക്കും. റിസൈൻ എന്നുള്ള ഇതിൽ നോക്കിയാൽ അത് റിജക്റ്റ് ആയിട്ടുണ്ട്, നാളെ നമുക്ക് മീറ്റ് ചെയ്യാം എന്നുള്ളത് HR നിന്ന് പോകുന്ന മീറ്റ് ടുമോറോ. ഓക്കെ, നമുക്കിവിടെ മീറ്റ് ടുമോറോ എന്നുള്ള റീസൺ കാണിച്ചിട്ട് അത് റിജക്റ്റ് ആയി. ആ PDF നമുക്ക് ഇവിടെ നമ്മൾ കൊടുത്ത ലെറ്ററിന്റെ PDF നമുക്ക് ഇവിടെ വേണമെങ്കിൽ എടുക്കാനും പറ്റും. സ്റ്റാഫിന്റെ സൈഡിൽ നോക്കുമ്പോൾ സ്റ്റാഫിന് ടോട്ടൽ സ്കോർ കാണിക്കും. ഇതിപ്പോ പ്രൊഫൈൽ നോക്കാം, ഇത് ആരുതാണെന്നുള്ളത്. ഇത് ഫൈസൽ MM എന്ന് പറയുന്ന സ്റ്റാഫിൻ്റെ ആണ്. നമുക്ക് അവൻ്റെ സ്കോർ നമുക്ക് കാണാൻ പറ്റും. അവരുടെ ഡാഷ്ബോർഡിൽ ടോട്ടൽ 12 ആളുകളെയാണ് റേറ്റ് ചെയ്തിട്ടുള്ളത് കാണിക്കാൻ പറ്റും. ഒരു സ്ഥാപനത്തിലെ വർക്ക് ചെയ്തിട്ടുള്ളതിൽ കാണിക്കാൻ പറ്റും. ഓക്കെ, കാണും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കാണും. മൈ QR കോഡ് നമുക്ക് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ്റെ QR കോഡ് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. അത് ഓട്ടോമാറ്റിക് ജനറേറ്റ് ചെയ്തായിരിക്കും. അവൻ്റെ പ്രൊഫൈലിൽ കറക്റ്റ് ആയിട്ട് അവൻ്റെ പ്രൊഫൈലിൽ കാണിക്കും, അവൻ്റെ ലിങ്കും കാണിക്കും. അവൻ്റെ വർക്ക് ഹിസ്റ്ററി ഇവിടെ കണ്ടാൽ മനസ്സിലാവും. ഇപ്പോൾ എംപ്ലോയർ ആണ്, കറന്റ്ലിയും പ്രസന്റിലും എംപ്ലോയർ ആണ് എന്നുള്ളത് കാണിക്കും. ഇതാണ് എംപ്ലോയറുടെ ഇത് വരുന്നത്. എംപ്ലോയറുടെ അടുത്ത് വരുമ്പോൾ എംപ്ലോയർക്ക് ഇത്രയും സംഗതികളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.